എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതുപോലെ ഇരുന്ന ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നോർമൽ സ്മാർട്ട് ഫോണിൽ എടുത്ത ഒരു ഫോട്ടോ ആണ്. ഈ ഒരു ഫോട്ടോയെ എങ്ങനെ നമുക്ക് ഇത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോയിൽ ഓരോ ഭാഗത്തും പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വലിയ മോട്ടിവേഷനാണ് തരുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് റിമിനിയാണ്, രണ്ടാമത്തത് സ്നാപ്സീഡാണ്. ഈ രണ്ട് ആപ്ലിക്കേഷൻസ് മാത്രം നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ രണ്ടും പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് എടുത്തിട്ട് നമ്മൾ ഷെയർ ആക്കിയിട്ട് റിമിനിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻഹാൻസ് വാച്ച് ആഡ് എന്ന് കാണാം. കാരണം ഈ ഒരു ഇമേജ് നമുക്ക് ഇത് പറഞ്ഞ റിമിനി എന്ന് പറഞ്ഞാൽ പെയ്ഡ് സാധനമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ആഡ്സ് കണ്ടിട്ടാണ് നമ്മൾ ഫുൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻഹാൻസ് വാച്ച് ഓൺ ആഡ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ആഡ് കാണാണ്. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യണം. നമ്മൾ വീഡിയോൻ്റെ ആഡ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് കാണാം. ഈ ഒരു ഫോട്ടോ ഇനി അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം കാണാം. അതാ, അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ബാക്ക് അടിച്ച് പോകാനായിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആളങ്ങോട്ട് വെളുപ്പിച്ചിട്ട് ബോറാക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും ക്ലാരിറ്റിയിൽ നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ബട്ട് പ്രോബ്ലം ഓൺലി കളറിലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇനി എന്തായാലും സ്നാപ്സീഡിലിട്ട് എഡിറ്റ് ചെയ്യണം. കാരണം ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ അതിലിട്ട് എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഈ ഒരു വെളുത്ത ഇമേജ് ഇട്ടിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു ഉദ്ദേശിച്ച കളർ കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കളേഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ കളേഴ്സ് എന്നുള്ളത് ലോഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്തിടാം. കാരണം ഈ ഒരു കളേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടായിട്ട് നമുക്ക് വലിയ കാര്യമില്ല. കാരണം അത് ഒരുപാട് വെളുപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹമുണ്ട് മാത്രം അതിട്ടാൽ മതി. കാരണം നമുക്ക് വെളുപ്പിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കാണാൻ ഒരുമാതിരി ഏരം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനൊരു പോലെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടാലും ക്ലാരിറ്റി നല്ല ക്ലാരിറ്റി ഉണ്ട്. കളർ ഒറിജിനൽ കളറിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, ഇവിടെ ഫേസ് എൻഹാൻസർ ഉണ്ട്. ഫേസ് എൻഹാൻസറിൽ നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ മാറ്റിയിട്ട് ഫേസ് എൻഹാൻസർ പറഞ്ഞ 3 ടൈപ്പ് ഉണ്ടാവും. അത് നമുക്ക് ഇടാം. ഇപ്പോൾ നമുക്ക് ഫേസ് റീടച്ച് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇവർ എക്സ്ട്രാ റീടച്ച് കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. പക്ഷേ വലിയ പ്രോബ്ലമായിട്ട് വരുന്നില്ല. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ക്ലാരിറ്റിയിൽ മാറ്റമൊന്നും വരില്ല. ഒരു റീടച്ച് ചെയ്തുകൊണ്ട് ഭംഗി കൂട്ടിയതൊന്ന് കുറക്കാം, അത്രേ ഉള്ളൂ മാറ്റം. അപ്പോൾ നമ്മൾ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ വീഡിയോ ഒന്ന് ഡൗൺലോഡ് സേവ് ചെയ്തെടുക്കാം. അപ്പോൾ ആഡ് വരുന്നതാണ്, ഞാൻ ആഡ് സ്കിപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരെ ആൽബംസ് പോയിട്ട് ഗാലറി പോയതിനു ശേഷം നമ്മുടെ ഫോട്ടോ ഇവിടെ പിക്ചേഴ്സിൽ വന്നിട്ടുണ്ടാവും. ചിലയിടത്ത് റിമിനി തന്നെ ഈ കാര്യം ചില ഫോണിൽ കാണാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഷെയർ അടിച്ചിട്ട് നമ്മൾ സ്നാപ്സീഡിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്നാപ്സീഡിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ടൂൺ ഇമേജ് നിൽക്കാം. ടൂൾസ് പോയിട്ട് ടൂൺ ഇമേജ്, അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഏകദേശം ക്ലാരിറ്റി നല്ല ബെറ്റർ ക്ലാരിറ്റി കിട്ടുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഓരോ കൺട്രോൾസ് ആംബിയൻസ് കൂട്ടിയിട്ട് ഹൈലൈറ്റ്സ് കുറച്ചിട്ട് ഷാഡോസ് കുറച്ചിട്ട് അതിനുശേഷം വാം കുറച്ച് കൂട്ടിയിടാം. ഓക്കെ, ചേഞ്ച് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് പോയിട്ട് ഡീറ്റെയിൽസ് കൂട്ടണമെന്നില്ല, കാരണം ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടാണ് വരുന്നത്. ഷാർപ്പനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം,
ഇതിൽ പോയിട്ട് സെലക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ ഷർട്ടിൻ്റെ അവിടെ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് കളർ കൂടിയ ടൈമൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കുറക്കുക ഒരു പോയിന്റിൽ, പിന്നെ അങ്ങനെ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ട സ്ഥലത്ത് നമ്മൾ കൊടുക്കുകയാണ്. അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് കോൺട്രാസ്റ്റ് കൂട്ടി സാച്ചുറേഷൻ കുറച്ച് കൂട്ടി ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് പരിപാടി എടുക്കുന്നത്. കാരണം ഈ ഒരു ഇമേജിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് വൈറ്റനിങ് കൂടിയ മാതിരി നമുക്ക് തോന്നാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കുറച്ചിട്ട് -5 അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ വൈറ്റ് വരുന്ന ആ സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ബ്രഷ് ടൂൾ വെച്ചിട്ട് അതിങ്ങനെ കളയാം. ആ വൈറ്റ് കളറ് കളയാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫോട്ടോയുടെ ക്ലാരിറ്റി മെച്ചപ്പെടുത്താം. ഞാൻ നിങ്ങൾക്ക് വെറും ട്യൂട്ടോറിയൽ മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ടൈം എടുത്ത് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ഇതിലേറെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിളാണ്. ഈ ടിപ്സ് എന്ന് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, നമുക്കിവിടെ വൈറ്റനിങ് കളയാൻ പറ്റും. നമ്മൾ കുറഞ്ഞ സമയം എടുത്തിട്ടാണ് എനിക്ക് ചെയ്ത് കാട്ടി തരുന്നത്. അതിനുശേഷം നമ്മൾ ക്രോപ്പ് കൊടുക്കാം. ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ഒന്ന് ഒരു രീതിയിൽ കറക്റ്റ് നമ്മളൊരു പൊസിഷനിങ് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഇത്രയുള്ള നമ്മൾ ഫോട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റം കാണാം. ഇതാണ് നമ്മുടെ മുന്നത്തെ ഫോട്ടോ, ഇത് മാറി. അതിനുശേഷം നമ്മൾ ഡൊണ്ണ് കൊടുക്കുക. ഇവിടെ ഫോട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാറ്റം കാണാം. ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇമേജ് സ്നാപ്സീഡ് ഇമേജ് എടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഇമേജ്. നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ, ക്ലാരിറ്റി എല്ലാം നല്ല മാറ്റം വരുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് റിയൽ ആയിട്ടുള്ള ഓപ്ഷനാണ്. കാരണം ഈ ഒരു ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസുകൾക്കായി ചാനൽ സബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ ലൈക്കും നമുക്ക് വലിയ മോട്ടിവേഷനാണ് നൽകുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അയക്കുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.